ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പിങ്ങിലുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് ആദ്യമേ നമ്മൾ നിലം അതിനുള്ള ഒരു മണ്ണെടുക്കണം, ചെറിയൊരു കുളമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട്. കുളത്തിന് വേണ്ടി കുഴി എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു പടുത വല്ലോ പ്ലാസ്റ്റിക് വല്ലോ വിരിക്കണം. വിരിച്ചില്ലെങ്കിൽ നമ്മൾ വെള്ളം അവിടെ സ്റ്റോർ ചെയ്യുമ്പോഴത്തേന് അത് മണ്ണിലോട്ട് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് സൈഡിലാണ് നമ്മൾ വെള്ളച്ചാട്ടം സെറ്റ് ചെയ്യുന്ന ആ സൈഡിലോട്ട് നമ്മൾ കട്ട വെച്ച് നമ്മൾ പണിതെടുക്കും. വെള്ളച്ചാട്ടം വരുന്ന പോർഷനിലുള്ള കല്ലുകൾ ഒറിജിനൽ സ്റ്റോൺ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഈ ആറ്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന കല്ലുകൾ കിട്ടുന്ന ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ഷോപ്പുകളുണ്ട്. ഞാൻ നമ്മുടെ നാട്ടിൽ പാലായിലുണ്ട് എൻ്റെ ഒരു ഷോപ്പ്. അവിടെ ഈ കല്ലുകളൊക്കെ നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും. അന്നേരം അവിടെ നിന്നുള്ള ഒറിജിനൽ കല്ലുകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വെള്ളം വരുന്ന പോർഷനിൽ ഒരിക്കലും അത് കളർ ഫെയ്ഡ് ആകത്തില്ല. നമ്മൾ കല്ല് സിമെൻറ്റ് കൊണ്ട് തന്നെയാണ് ഫുള്ളി ചെയ്യുന്നതെങ്കിൽ അവിടെ സൈഡ് ഫെയ്ഡാകും. കഴിയുന്നതും പാറപ്പൊടി ഉപയോഗിക്കാതെ എംസാൻഡ് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം. എങ്കിലേ നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ കല്ലിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. പാറപ്പൊടി ആകുമ്പോൾ ഒത്തിരി സ്മൂത്തായി പോകുക. അത് ചെറിയൊരു ഗ്രിപ്പ് അതിൽ ഫീൽ ചെയ്യണം, എങ്കിലേ അതിൻ്റെ ആ ഒറിജിനാലിറ്റിയോട് അടുത്ത് നിൽക്കത്തുള്ളൂ. എന്നിട്ട് നമുക്കിതുപോലൊരു ബ്രഷിനെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു കല്ലിൻ്റെ ഷേപ്പിലോട്ട് വരുത്താനായിട്ട് പറ്റും. ഇതിന് താഴെയുള്ള കല്ലുകളെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തെടുത്താണ്. അതിനുശേഷം ഇതിൽ നമ്മൾ ചെയ്യുന്നത് ആ സൈഡിൽ മണ്ണിട്ടിട്ട് അതിന് മുകളിൽ ഒറിജിനൽ ഗ്രാസ് തന്നെയാണ് വെക്കുന്നത്. നമുക്കിത്തിരി പുല്ല് വാങ്ങാൻ കിട്ടും. അത് ഒറിജിനൽ പുല്ല് തന്നെ നമ്മൾ കൊടുക്കുമ്പോഴത്തേന് അത് ഒരു ഏകദേശം ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും നമുക്ക്. ഇതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ ചെടിയും ഇതുപോലെ നമ്മൾ ചെടിച്ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. ചെടിച്ചട്ടിക്കകത്തായിട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ഉപകാരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെടിച്ചട്ടിക്കകത്ത് തന്നെ ആ മണ്ണിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അന്നേരം ഒരിക്കലും അത് ഉണങ്ങിപ്പോവുകയില്ല. അതിനകത്ത് നമുക്ക് സാധാരണ പോലെ നമുക്ക് വെള്ളം ഒഴിച്ച് അതിനകത്ത് വളമൊക്കെ ഇടുകയും ചെയ്യും പറ്റും. എന്നാൽ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുകയും ചെയ്യും. ഫുള്ള് നമ്മൾ കല്ല് തന്നെ ആയി കഴിയുമ്പോഴത്തേന് അതിനത്ര ഒരു ഒറിജിനാലിറ്റി നമുക്ക് തോന്നാം. ഇത് നമുക്ക് സ്ക്വയർ ഫീറ്റിന് 25 രൂപ 30 രൂപയ്ക്കൊക്കെയാണ് ഈ പുല്ല് കിട്ടുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് വെക്കാം. അതിന് മുമ്പ് നമ്മളവിടെ നല്ലപോലെ മണ്ണ് നിറച്ചതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ. അത് നമുക്ക് വളവും ചെയ്യാം. ഡെയിലി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അവൻ അതുപോലെ തന്നെ നിന്നോളും. ലാൻഡ്സ്കേപ്പിങ്ങിന് വേറെ ബാക്കി സ്ഥലങ്ങളിൽ നമുക്ക് ആ പുല്ല് തന്നെ കൊടുക്കുമ്പോഴേതിന് എല്ലാം ഒരേ ഒരു മാച്ചായിട്ട് നമ്മൾ ഡിസൈൻ അടിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ബ്രഷ്, ഒരു പൊടി ബ്രഷാണെങ്കിലും മതി, ബ്രഷും കൊണ്ട് വേണം നമ്മളൊന്ന് വലിക്കാനായിട്ട്. അന്നേരം നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് അതിനോട് മാച്ചിങ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ ഒറിജിനൽ കല്ല് കൊടുത്തിരിക്കുന്നതിനോട് ഏകദേശം മാച്ചായിട്ടുള്ള രീതിയിലുള്ള ഡിസൈനെ താഴെയുള്ള കല്ലിന് കൊടുക്കാവുള്ളൂ. ഒരിക്കലും നമ്മൾ മാറിപ്പോകല്. ബ്രഷിന് വലിക്കുമ്പോൾ ഏകദേശം ഒരേ സൈഡിലോട്ട് തന്നെ വലിക്കാനായിട്ട് ശ്രമിക്കണം. എന്നാലേ കല്ലിനൊക്കെ ആണേലും ഏകദേശം ഒരു മാച്ചിങ് വരത്തുള്ളൂ. കുളത്തിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ബാക്കി പുല്ലുകളൊക്കെ പിടിപ്പിക്കാം. ആ ചെടിച്ചട്ടിക്കകത്താണെങ്കിലും ഇരുന്നാൽ മതി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ നമ്മൾ ആർട്ട്പരമായിട്ടുള്ള എല്ലാ വർക്കുകളും ഉണ്ട്. ഹൗസ് പെയിൻറ്റിങ് തൊട്ട് ഡിസൈൻ വർക്ക് എല്ലാ വർക്കുകളും ഉണ്ട്. എന്തെങ്കിലും വർക്കുകൾക്ക് വേണ്ടി നമ്മൾക്ക് ഇതിൽ തന്നെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.